ഹായ് ഫ്രണ്ട്സ്, ബി.എഡ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സെക്കൻഡ് സെമസ്റ്ററിലെ പെഡഗോഗി സബ്ജക്റ്റാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് സെമസ്റ്ററിൽ 5 യൂണിറ്റുകൾ പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ സെക്കൻഡ് യൂണിറ്റാണ് ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. സോ എന്താണ് മോഡൽ? എല്ലാവർക്കും പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ മോഡൽ എന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉള്ളവരാണ്. ഒരു മോഡൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വി ലുക്ക് അറ്റ് ദി മോഡൽ ഓഫ് താജ്മഹൽ ആൻഡ് ഫൈൻഡ് ഇറ്റ് ആൻ എക്സാക്റ്റ് റിപ്ലിക്ക ഓഫ് ദി ഒറിജിനൽ. ദിസ് ഈസ് വൈ മോഡൽസ് പ്രൂവ് എ ക്വയറ്റ് എഫക്റ്റീവ് എയ്ഡ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റിയാലിറ്റി ഇൻ ദി ക്ലാസ് റൂം സിറ്റുവേഷൻ. സോ മോഡൽ എന്താണെന്ന് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് എഴുതുക. ഇവിടെ നമുക്ക് ടീച്ചിങ് മോഡൽ എന്ത് ആണ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. എന്താണ് ടീച്ചിങ് മോഡൽ? അതിൽ പല ടൈപ്പ് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതിലുള്ള ഒരു 2 പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്രോഡീകരിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് ജോയ്സ് ആൻഡ് വെയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ടീച്ചിങ് മോഡൽസ് ആർ ജസ്റ്റ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ്? നമ്മൾ ടീച്ചിങ് നടത്തുന്നതിനെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ് റൂമിൽ പോയിട്ട് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനെയാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ടീച്ചിങ്ങിനെയാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടീച്ചിങ് നടത്തുന്നതിന് മുൻപേ, കുട്ടികൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുൻപേ അത് എങ്ങനെ അവതരിപ്പിക്കണം, അതിൻ്റെ മെത്തേഡ് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ്, അതിൻ്റെ ക്രോഡീകരണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളെയാണ്, അല്ലെങ്കിൽ പ്ലാനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതിനെയാണ് ഡിസൈൻസ് എന്ന് പറയുന്നത്. സോ ടീച്ചിങ് മോഡൽ ആർ ജസ്റ്റ് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻസ് എന്നുള്ളതാണ്. ദേ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സ്പെസിഫൈയിങ് ആൻഡ് പ്രൊഡ്യൂസിങ് എൻവയോൺമെൻറ്റ് സിറ്റുവേഷൻസ് വിച്ച് കോസ് ദ സ്റ്റുഡൻറ്റ് ടു interact in such a way that specific change occurs in his behavior. അപ്പം നമ്മളൊരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണോ കുട്ടികളിലേക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതുവഴി കുട്ടികളിൽ എന്ത് തരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ് ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതുവഴി കുട്ടികളുടെ ഭാവിയിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും, ഈ കാര്യങ്ങളെ ഒബ്ജക്റ്റീവ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഡിസൈൻ സെറ്റ് ചെയ്യുക. സോ ഇവിടെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ജോയ്സ് ആൻഡ് വെയിൽ പറഞ്ഞതിൽ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്നുള്ളതാണ്. ദെൻ അക്കോർഡിംഗ് ടു N.K. ജാംഗീറ ആൻഡ് അതേഴ്സ്, എ മോഡൽ ഓഫ് ടീച്ചിങ് ഈസ് എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കോമ്പണൻസ് അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ് വിച്ച് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ടു റിയലൈസ് സ്പെസിഫിക് ഗോൾ. എന്താണ് എ സെറ്റ് ഓഫ് ഇൻ്റർ റിലേറ്റഡ് കോമ്പണൻസ് അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ്? കറക്റ്റ് ഘട്ടമായിട്ട് പോകുന്ന രീതിയിലുള്ള പല കോമ്പണൻറ്റുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കുട്ടികളിലേക്ക് ഒരു കോൺസെപ്റ്റ്, ഒരു ആശയം അവതരിപ്പിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, മോഡൽ അല്ലെങ്കിൽ ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. വിച്ച് പ്രൊവൈഡ്സ് ഗൈഡൻസ് ടു റിയലൈസ് സ്പെസിഫിക് ഗോൾസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈൻഡ് ഇൻസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് എൻവയോൺമെൻറ്റൽ facilities carrying out of these activities and realization of the stipulated objectives എന്നുള്ളതാണ്. സോ എന്താണ് ടീച്ചിങ് മോഡൽസ്? ആ ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നതിന് മുൻപേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡിസൈൻസിനെയാണ് ടീച്ചിങ് മോഡൽസ് എന്ന് പറയുന്നത്. ഈ 2 ഡെഫിനിഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഒരു 8ഓളം ടീച്ചിങ് മോഡലുകളാണ് നമ്മുടെ ഈ യൂണിറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയുന്നത്. 8ഓളം ടീച്ചിങ് മോഡലുകൾ. അത് എല്ലാ സബ്ജക്റ്റിലുള്ള കുട്ടികളും ഒരുപോലെ പഠിക്കേണ്ട മോഡലുകൾ തന്നെയാണ് ഈ 8ഓളം ടീച്ചിങ് മോഡലുകൾ എന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ്ലി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ഓരോ ടീച്ചിങ് മോഡലുകളുടെയും ഓതേഴ്സ് ആരാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പോണൻ്റ് ആരാണെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ടീച്ചിങ് മോഡൽസിൽ ഫസ്റ്റ് വൺ വരുന്നത് ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡൽ എന്ന് പറയും. ഫസ്റ്റ് വൺ ബ്ലൂമിൻ്റേതാണ്. ബ്ലൂംസ് ടാക്സോണമി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ബ്ലൂംസിൻ്റേതാണ് ഫസ്റ്റ് മോഡൽ. അത് മാസ്റ്ററി ലേണിംഗ് മോഡൽ എന്നാണ് പറയുക.
രണ്ടാമത്തത് സ്കിന്നറുടേതാണ്. അതിനെ ഓപ്പറൻ്റ് ട്രെയിനിങ് മോഡൽ എന്നാണ് പറയാം. സ്കിന്നറുടെ തിയറിക്ക് പറയുന്നത് ഓപ്പറൻ്റ് കണ്ടീഷനിങ് എന്നുള്ളതാണ്. സോ അതുപോലെ തന്നെ സ്കിന്നറുടെ ടീച്ചിങ് മോഡലിന് പറയുന്നത് ഓപ്പറൻ്റ് ട്രെയിനിങ് എന്നുള്ളതാണ്. ദെൻ ബ്രൂണറുടേതാണ്. ബ്രൂണർ നിങ്ങൾക്കറിയാം കൊഗ്നിറ്റീവ് തിയറിസ്റ്റാണ് ബ്രൂണർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മോഡലിന് പറയുന്ന പേര് കോൺസെപ്റ്റ് മോഡൽ അറ്റൈൻമെൻറ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്നുള്ളതാണ്. കോൺസെപ്റ്റ് മോഡൽ അറ്റൈൻമെൻ്റ് എന്നോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്നുള്ളതാണ് ബ്രൂണറുടേത് പറയുന്നത്. ദെൻ ഫോർത്ത് വണ്ണ് ഓസ്ബെല്ലിൻ്റേതാണ്. ഓസ്ബെല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്നുള്ളതാണ് പറയുന്നത്. ഓസ്ബെല്ലിൻ്റേത് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ദെൻ ഗ്ലേസേഴ്സിൻ്റെതാണ് ബേസിക് ടീച്ചിങ് മോഡൽ എന്ന് പറയും, ബേസിക് ടീച്ചിങ് മോഡൽ. ദെൻ സിക്സ്ത് വൺ സോഷ്യൽ എൻക്വയറി മോഡൽ. അതൊരു സോഷ്യൽ സബ്ജക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ വരുന്നത്, അല്ലെങ്കിൽ തിയറി സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നതിനുള്ള ഒരു മോഡലാണ് സോഷ്യൽ എൻക്വയറി മോഡൽ. അത് ബെയറോൺ മാസിയലസ് ആൻഡ് ബെഞ്ചമിൻ കോക്സ് എന്ന് പറയും. ഓക്കെ, ബെയറോൺ മാസിലിയാസ് ആൻഡ് ബെഞ്ചമിൻ കോക്സ്, അത് സോഷ്യൽ എൻക്വയറി മോഡൽ. ദെൻ കാൾ റോജേഴ്സിൻ്റേത്. കാൾ റോജർ എന്ന് പറയുന്ന ഒരു ഹ്യൂമനിസ്റ്റ് തിയറിസ്റ്റാണ് കാൾ റോജേഴ്സ്. നോൺ ഡയറക്റ്റീവ് മോഡൽ എന്നാണ് പറയുന്നത്. ദ ലാസ്റ്റ് വൺ വില്യൻ ഗോർഡൻസിൻ്റേത് സിനെറ്റിക് മോഡൽ എന്ന് പറയും, സിനെറ്റിക്. സോ 8 മോഡലുകളാണ് പ്രധാനമായിട്ടും നമ്മൾക്ക് ഈ സെക്കൻഡ് യൂണിറ്റിൽ എടുത്ത് പഠിക്കുന്നത്. അതിൽ മാസ്റ്ററി ലേണിംഗ് ഉണ്ട്, ഓപ്പറൻ്റ് ട്രെയിനിങ് ഉണ്ട്, കോൺസെപ്റ്റ് മോഡൽ അറ്റൈൻമെൻറ്റ് ഉണ്ട്, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഉണ്ട്, ബേസിക് ടീച്ചിങ് ആൻഡ് സോഷ്യൽ ഇൻക്വയറി മോഡൽ, നോൺ ഡയറക്റ്റീവ് മോഡൽ, ദെൻ സിനെറ്റിക് മോഡൽ. ഇങ്ങനെ 8 മോഡലുകളാണ്. ഈ മോഡലുകൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം നമുക്കിപ്പോൾ നോക്കാം. ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു 4th ക്വസ്റ്റ്യൻ എന്ന് നോക്കുക. അത് ഡിഫൈൻ ടീച്ചിങ് മോഡൽ, എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടീച്ചിങ് മോഡൽ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് ആ 8 ടൈപ്സുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്ന് പറയും. ആ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ മോഡൽസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ജനറലായിട്ടാണ് ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുക. അത് മാസ്റ്ററി മോഡൽ, അതായത് ബ്ലൂംസിൻ്റെ മാസ്റ്ററി മോഡലാണെങ്കിൽ അതിൽ എലമെൻറ്റ്സ് ഒരു മെയിൻ ഹെഡിങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ മനസ്സിലാവും, അതല്ലെങ്കിൽ നോട്ട് തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസാണ് സെപ്പറേറ്റ് ഒരു ജനറലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ അതാത് മോഡലുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഗ്ലേസിസ് ബേസിക് ടീച്ചിങ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അതേപോലെ തന്നെ സോഷ്യൽ എൻക്വയറി മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ലേണിംഗ് സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുക, ഇൻസ്ട്രക്ഷൻ മോഡൽസ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം, ദെൻ ബ്ലൂംസ് മാസ്റ്ററി മോഡൽ, സ്കിന്നേഴ്സ് ഓപ്പറൻ്റ് മോഡൽ, explain the Bruner's concept attainment model, explain the Ausubel's advanced organizer model, then discuss about the Carl Rogers non-directive and William Gordon's synectic model. സോ ഏറ്റവും ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് കാണേണ്ടത് ഈ ഒരു 2 ജനറൽ ക്വസ്റ്റ്യൻസ്, ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സും ടീച്ചിങ് മോഡൽസ് അതിൻ്റെ ടൈപ്സും. പിന്നെ അതിന് ശേഷം നിങ്ങൾ കണക്കാക്കേണ്ടത് ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡലും, പിന്നെ ലാസ്റ്റ് ഈ സ്കിന്നറുടെ ഓപ്പറൻ്റ് ട്രെയിനിങ്ങും. ഓക്കെ, ഈ ഒരു 2 ക്വസ്റ്റ്യൻസ്, അതിൽ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, മറ്റ് കാര്യങ്ങൾ എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. സോ ജനറലായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്നുള്ളത്. ഈ ഒരു ടീച്ചിങ് മോഡലിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സുകൾ ഏതൊക്കെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ജോയ്സ് ആൻഡ് വെയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആ ഡെഫിനിഷൻ പറഞ്ഞതിൽ ജോയ്സ് ആൻഡ് വെയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡെഫിനിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ജോയ്സ് ആൻഡ് വെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്ന് ഫോക്കസ്, 2 സിൻടാക്സ്, 3 സോഷ്യൽ സിസ്റ്റം, 4 പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ, 5 സപ്പോർട്ട് സിസ്റ്റം, 6 അപ്ലിക്കേഷൻ. ഇങ്ങനെ ഒരു 6 എലമെൻറ്റ്സുകളാണ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സുകളാണ് പറയുന്നത്. ഇതെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് ആ വേർഡിലൂടെ കിട്ടില്ലെങ്കിലും വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആസ്പെക്ട്സ്
ഓഫ് ടീച്ചിങ് മോഡൽ, ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്. നമ്മൾ പഠിപ്പിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ സെൻട്രൽ ആസ്പെക്റ്റ് എന്താണോ കുട്ടികൾ ഏറ്റവും കാതലായിട്ട് കിട്ടേണ്ട കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ എസെൻസ് എന്താണ് എന്നുള്ളത്, അത് ആ ഒരു ഫോക്കസ് അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ സിൻടാക്സ് എന്നുള്ളതാണ്, എന്താണ് ആക്ഷൻ, മോഡൽ ഇൻ ആക്ഷൻ, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്, അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളതാണ് സിൻടാക്സിൽ പറയുന്നത്. സോഷ്യൽ സിസ്റ്റത്തിൽ പറയുന്നതാണെങ്കിൽ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആണ്. സോഷ്യൽ സിസ്റ്റത്തിൽ എടുത്ത് പറയുന്നത് ടീച്ചറും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷനെ കുറിച്ചാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് റിയാക്ഷൻ ഓഫ് ദി ടീച്ചർ ടു സ്റ്റുഡൻസ് റെസ്പോൺസ് ബൈ ദിസ് ടീച്ചർ ട്യൂൺ ഇൻ ടു ദി സ്റ്റുഡൻറ്റ് ആൻഡ് സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ടു വാട്ട് ദ സ്റ്റുഡൻറ്റ് ഡസ്. ഈ കുട്ടികളിൽ ഉണ്ടായിരിക്കേണ്ട അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് എന്താണെന്ന് അധ്യാപകൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, കുട്ടികളിൽ ഭാവിയിൽ എങ്ങനെ തരത്തിലുണ്ടാവണം, അല്ലെങ്കിൽ ബിഹേവിയറൽ ചേഞ്ചസ് എങ്ങനെ ഉണ്ടാവണം, കുട്ടികളുടെ ചിന്താതലത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം, ഇങ്ങനത്തെ പറയുന്ന സാധനങ്ങളെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ സപ്പോർട്ട് സിസ്റ്റം റിഫേഴ്സ് ടു അഡീഷണൽ റിക്വയർമെൻറ്റ്സ് ബിയോണ്ട് യൂഷ്വൽ കേപ്പബിലിറ്റീസ് ആൻഡ് ടെക്നിക്കൽ. ഈ സപ്പോർട്ട് സിസ്റ്റം ആ ഒരു ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻസുകളാണെങ്കിലും, അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയർസ് പോലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ടെക്നോളജീസ് കാര്യങ്ങളാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ബോർഡ്, ഇത് ക്ലാസ് റൂം സിസ്റ്റം, അറ്റ്മോസ്ഫിയർ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എന്തിൽ വരുന്നുണ്ട്, ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ആണ് ആപ്ലിക്കേഷൻ എന്ന്. ലേണർ ഈസ് ഏബിൾ ടു അപ്ലൈ ദ ലേൺഡ് തിങ്സ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. കുട്ടികൾ പഠിച്ച ഒരു കാര്യം, ആ പഠിച്ച തിയറി അല്ലെങ്കിൽ ആ പഠിച്ച കോൺസെപ്റ്റ് ആ ഫീൽഡിലേക്ക് ഇറങ്ങി ആ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ തിയറി അപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് കുട്ടികളിൽ ഉണ്ടാവണം. എന്നിട്ട് അപ്ലൈ ചെയ്യുക വഴി ആ പഠിച്ച കാര്യത്തിൽ നിന്നും വേരിയൻസുകൾ കുട്ടികൾ കണ്ടെത്തും. അതിൽ നിന്നും കുട്ടികളിലൊരു തിരിച്ചറിവുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ബ്രൂണറുടെ അല്ലെങ്കിൽ ജീൻ പിയാഷയുടെ ഒക്കെ തിയറിയിൽ പറയുന്ന പോലെ തന്നെ ഈക്വിലിബ്രേഷൻ, ഈക്വിലിബ്രിയം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അല്ലെങ്കിൽ അസിമിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫാക്ടേഴ്സ് അവിടെ എടുത്ത് പറയുന്നുണ്ട്. അതിൽ കുട്ടികളിൽ ഈക്വിലിബ്രിയം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് പഠിച്ച കാര്യം പുതിയതായിട്ടൊരറിവും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കി അതിൽ തിരിച്ചറിവുണ്ടാവുക. അത് ഒരു അപ്ലിക്കേഷൻ ലെവലിലാണ് ഉണ്ടാവുക. അതായത് മുൻപ് പഠിച്ച തിയറി പാർട്ടുകൾ അതൊരു ഫീൽഡിൽ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുമ്പോൾ ആ യഥാർത്ഥത്തിൽ ആ പഠിച്ച തിയറിയും അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഫൈൻഡിങ്സും തമ്മിൽ അന്തരമുണ്ടാവും. അപ്പോൾ ആ അന്തരം കുട്ടികൾ മനസ്സിലാക്കി കുട്ടികൾ പുതിയൊരു അറിവ് ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ ഒരു നോളജ് ജനറേറ്റ് ചെയ്യും, ഒരു കൊഗ്നിഷൻ ജനറേറ്റ് ചെയ്യും. അതിനെ ആ ഒരു തലത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയണം, കുട്ടികൾക്ക് ലഭിക്കണം എന്നുള്ളതാണ്. അതൊക്കെ പ്രൊജക്റ്റ് മെത്തേഡിലൂടെയൊക്കെയാണ് നമുക്കതിൽ കിട്ടുന്നത്. സോ ഫണ്ടമെൻ്റൽ എലമെൻറ്റ്സ് ഓഫ് ടീച്ചിങ് മോഡൽ എന്നുള്ളതിൽ പ്രധാനമായിട്ടും 6 എലമെൻറ്റ്സുകൾ പറയുന്നുണ്ട്. അത് ബ്ലൂംസിൻ്റെ തന്നെ എലമെൻസിലും എടുത്തു പറയുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മൾ ആദ്യം എടുത്തു നോക്കുന്നത് ബ്ലൂംസ് മാസ്റ്ററി ലേണിംഗ് മോഡൽ എന്താണെന്നുള്ളതാണ്.